നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 മാർച്ച് 29 ശനി രാശി മാറുകയാണ്. കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്ന ശനിയുടെ മാറ്റം ചില നക്ഷത്ര ജാതകരിൽ ഉണ്ടാക്കുന്നത് വളരെ വലിയ മാറ്റങ്ങളാണ്. ഈ രാശിമാറ്റം കൊണ്ട് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ധനാഭിവൃദ്ധികളും ധനാവുയർച്ചകളും ഉണ്ടാകുമെങ്കിലും ചില നക്ഷത്ര ജാതകർക്ക് ചില പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിടുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ്. എന്തുതന്നെയും ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വിജയങ്ങളും ഉയർച്ചകളുമാണ് കൊണ്ടുവരുന്നത്. ആ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായും പറയാൻ പോകുന്നത്. എന്തുതന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടായി. ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളുമാണ് ഈ രാശിമാറ്റത്തിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത്. ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾക്ക് നടത്തുക. ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. ശനിക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറ്റിയെടുക്കുവാൻ ഈ കർമ്മങ്ങൾ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്കൊക്കെ അശ്വതി നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന ഓരോ അശ്വതി നക്ഷത്ര ജാതകർക്കും വ്യക്തമായ മാറ്റങ്ങൾ ഈ സമയങ്ങളിൽ കൈവരിക്കുവാനുമുള്ള യോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയമാണ്. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകരുടെ കീർത്തി വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും പ്രശസ്തിയും വർദ്ധിക്കുന്ന സമയങ്ങളാണ്. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ വലിയ വിപുലീകരണങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. ആ ബിസിനസ് വലിയ രീതിയിലേക്ക് ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും പ്രശസ്തിയിലേക്കും എത്തുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ കഴിഞ്ഞു പോയ സമയങ്ങളിലെ കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കും അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾക്കും അർപ്പണ മനോഭാവത്തിനുമുള്ള ഒരു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ ഈ ഭരണി നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ ഈ സമയം വളരെ ഗുണകരമായിട്ട് കാണപ്പെടുന്ന സമയമാണ്. അതുപോലെ തന്നെ രോഹിണി നക്ഷത്ര ജാതകർ ഇവർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടായി ധനാഭിവൃദ്ധികളും ധനായുർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. 2025 ശനി രാശി മാറുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതം വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നല്ല ഗ്രഹങ്ങൾ നിർമ്മിക്കുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നവരാണെങ്കിൽ അത് നടത്തുന്നതായിരിക്കും. വീട് പണി പാതിക്ക് നിൽക്കുന്നവരാണെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ സമ്പത്ത് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ദിനവും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഒരു ദിവസം അങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോയി മനസ്സിരുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ഒരു അരമണിക്കൂർ എങ്കിലും ക്ഷേത്രത്തിൽ ചിലവഴിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ സമയങ്ങളിൽ ഈശ്വരനും നിങ്ങളുമായിട്ടുള്ളൊരു സംസാരം മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. ആ സമയം നിങ്ങളുടെ ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങളുടെ മനസ്സിനെ അലട്ടാൻ പാടുള്ളതല്ല. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ നിങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകീരം നക്ഷത്ര ജാതകരാണ്. അവർക്കും ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുള്ള യോഗങ്ങളും കാണപ്പെടുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ അവസരങ്ങൾ കിട്ടും. നല്ല മാറ്റങ്ങൾ തുടക്കം കുറിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉയർച്ചയും ധനാഭിവൃദ്ധികളും ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമൊക്കെയാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ഈ ഒരു ശനിമാറ്റത്തിലൂടെ ശനിയുടെ രാശിമാറ്റം എന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ജീവിതത്തിൽ കാണപ്പെടുന്ന സമയമാണ്. ഉറപ്പായും ശനിയുടെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും അത്ഭുതങ്ങളും കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരുവിധമായിട്ടുള്ള തർക്കവുമുള്ള കാര്യമല്ല. ഉറപ്പായും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസ കാലഘട്ടങ്ങൾ മാറുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതോടുകൂടി തന്നെ
നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പൂർണ്ണതും സർവേശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ശനിമാറ്റം സംഭവിക്കുന്നതോടുകൂടി തന്നെ, ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നല്ല ജോലി ലഭിക്കുന്ന സമയമാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും. ബിസിനസ് സംരംഭങ്ങൾ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ്. ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും 2025 മാർച്ചിലെ ശനിയുടെ രാശിമാറ്റത്തോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്ന കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. നിങ്ങൾ ഉറപ്പായും ശനിദേവൻ അനുഗ്രഹിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും.